ഹലോ ഗൈസ്. അപ്പോൾ ഞാൻ വേറെ ഇൻ്റർവ്യൂ ഒന്നും ഇടുന്നില്ല. നമ്മൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കർഷകർ നേരിടുന്നൊരു കുറേ പേര് നേരിടുന്നൊരു പ്രശ്നമായിരുന്നു ഈ വിത്ത് മുളപ്പിക്കാൻ വെക്കുമ്പോൾ അതിൽ ഉറുമ്പ് കയറുകയും അല്ലെങ്കിൽ പിന്നെ അത് മുളയ്ക്കാണ്ട് വരികയും അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മൾ അത് കുറേ പേര് ചിലർക്ക് അറിയാവുന്നതായിരിക്കും, ചിലർക്ക് അറിയത്തില്ലായിരിക്കാം. അറിയാത്തവർക്ക് വേണ്ടി നമ്മൾ പറയുന്ന ഒരു ഒരു ചെറിയൊരു വിദ്യ. അപ്പോൾ നമ്മളിന്ന് കുറച്ച് ചാർക്കോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ ചാർക്കോൾ ബേസിക്കലി ഇത് ഒറിജിനൽ ചാർക്കോളാണ്, നമ്മൾ ഒപ്പിച്ചതാണ്. അപ്പോൾ ഈ സാധനത്തിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ ഇത് നമ്മുടെ റൂട്ടുകളിൽ ഡയറക്റ്റ് ചെന്നിട്ട് ഭയങ്കര എന്താ പറയുന്നത് വളവും ഫെർട്ടിലൈസറായിട്ടൊക്കെ ആക്ട് ചെയ്ത്. അപ്പോൾ നമ്മൾ രണ്ട് രീതിയിലാണ് ഇന്ന് മണ്ണെടുക്കുന്നത്. ഒന്ന് നമ്മൾ ഈ ചാർക്കോൾ മിക്സ് ചെയ്ത്, അതായത് പൊടിച്ച് വെച്ചതിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതല്ലാതെ തന്നെ ഒരെണ്ണം അല്ലാണ്ട്. അപ്പോൾ നമ്മൾ ഏതിലാണ് റിസൾട്ട് നല്ല രീതിയിൽ കിട്ടുന്ന ഏതാണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. എന്നിട്ട് ബാക്കി വീഡിയോ നമുക്ക് എന്തായാലും മിക്സിങ് എന്തെങ്കിലും ബാക്കി കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. പയറെടുത്തിട്ടുണ്ട്, പൊടിച്ച ചാർക്കോൾ ഇവിടെ ഉണ്ട്, മണ്ണ് കുറച്ചെടുത്തിട്ടുണ്ട്, പയർ കയ്യിലുണ്ട്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് നല്ല കട്ട മണ്ണ് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് പൊടിച്ച് ഈ സൈഡിൽ കുറച്ചെടുക്കുന്നു. പോച്ചയൊക്കെ ഉണ്ട്, നല്ല ഫലഭൂഷ്ടമായ മണ്ണാണ്. അതുപോലെ തന്നെ കുറച്ച് നമ്മൾ ഇവിടെയും വെക്കുന്നു. ഇതിനാണ് നമ്മൾ പരിപാടി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ച് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇനി എന്താണ് സംഭവം എന്ന്. പക്ഷേ കുറച്ച് ദിവസത്തെ വീഡിയോ ആണ്. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിപ്പോൾ അതിനകത്ത് അത് ആഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഗുണങ്ങൾ എന്താ വെച്ചാൽ പൊട്ടാഷ്യം, കാൽഷ്യം, അതുപോലെ തന്നെ വേരോടാനും ഭയങ്കര ഗുണകരമാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അതുപോലെ തന്നെ മിക്സ് ചെയ്ത ഇതൊന്നും ഇല്ലാത്ത നമ്മുടെ സാധാ മണ്ണ് ഇതിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ടും കൂടെ നോക്കാം എന്തായാലും എന്താവുമെന്ന്. എന്തായാലും ഇന്ന് തന്നെ വീഡിയോ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് നമുക്ക് പോകും. ദിവസം വെള്ളം ഒഴിക്കും. ഡെയിലി ഉള്ള വീഡിയോ നമ്മൾ ഓരോന്നായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ട് വീഡിയോ പല ദിവസമായിട്ട് നമ്മൾ ഒരു അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എന്തായാലും. അപ്പോൾ നമ്മൾ പയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും പയറെടുത്തിട്ടുണ്ട്. കുറച്ച് നമുക്ക് ആദ്യം തന്നെ ചാർക്കോളിനകത്ത് മിക്സ് ഇട്ട് പാകി വെക്കാം. നമുക്ക് ഓരോരോ പയറായിട്ട് ഇങ്ങനെ കുഴിച്ച് വെക്കാം. ഒത്തിരി ഒന്നും ഇടുന്നില്ല, കുറച്ചൊരു 10-15 എണ്ണമായിട്ട് വരണം. അപ്പോൾ ഏകദേശം ഒരു 10-15 എണ്ണം നമ്മൾ ഈ നമ്മുടെ ചാർക്കോളിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റിനകത്തും അതുപോലെ ഒരു 10-15 എണ്ണം നമുക്ക് പാകിയേക്കാം. അപ്പോൾ നമ്മൾ രണ്ടിടത്തും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ദിവസങ്ങളിലെ ഡെയിലി അപ്ഡേറ്റുകൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോക്കിയിട്ട് പറയാം. അപ്പോൾ ഇതാണ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തതുണ്ട്. അവിടെ അപ്പുറത്ത് മണ്ണിലും ചാർക്കോളുള്ള മണ്ണിലും, അതല്ലാണ്ട് ഇപ്പുറത്ത് വരുമ്പോൾ സാധാ മണ്ണിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഡെയിലി അപ്ഡേറ്റ്സുകൾ നമ്മൾ എടുത്തിട്ട് വീഡിയോ ആക്കിയിട്ട് നമ്മളൊരു ദിവസം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. പ്രതീക്ഷിക്കാതെ വന്നൊരു മഴ നമ്മളെ വല്ലാണ്ട് ബാധിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഓരോ ദിവസം നോക്കുമ്പോഴും ഭയങ്കര മഴയാണ്. നമ്മളിപ്പോൾ അതിനുവേണ്ടി കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഓരോ ദിവസം മഴ പെയ്യുമ്പോഴും വെള്ളം, അതായത് മണ്ണിനൊരു ഇത് നഷ്ടപ്പെട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതായത് മണ്ണിൻ്റെ നമ്മൾ കുറച്ച് മണ്ണ് വെച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്തത്. അപ്പോൾ ഡെയിലി നോക്കുമ്പോൾ മണ്ണ് ഒരു ഒലിച്ചൊലിച്ച് പോയിട്ട് നമുക്ക് കുറേ വിത്തുകൾ അതിൽ നിന്ന് നമുക്കത് കുറേയൊക്കെ പോയിട്ടുണ്ട്, നശിച്ചു പോവുകയും അതുപോലെ തന്നെ ഒഴുകി പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കുറേയൊക്കെ കവർ ചെയ്ത് നമ്മൾ വീടിൻ്റെ പുറത്താണ് ഇത് ബേസിക്കലി വെച്ചത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ കവർ ചെയ്തു ഒത്തിരിയൊക്കെ മഴ കൊള്ളാണ്ടിരിക്കാൻ വേണ്ടി. എന്നിട്ട് നമുക്ക് കിട്ടിയ ഒരു റിസൾട്ടാണ് 4-ാമത്തെ ദിവസം നമ്മളിത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോ ദിവസം റിസൾട്ട് കാണുമ്പോൾ അറിയാം ഓരോ ദിവസവും മണ്ണ് എങ്ങനെയിരുന്നു. 2-ാമത്തെ ദിവസം പിന്നെ 3-ാമത്തെ ദിവസം തൊട്ടാണ് നമുക്ക് മഴ കിട്ടി തുടങ്ങിയത്. മഴ കിട്ടിയെന്ന് വെച്ചാൽ മഴ നല്ല രീതിയിൽ പെയ്തു. ഇപ്പോൾ മഴ പെയ്യേണ്ട സമയമല്ല, എന്നിരുന്നാൽ പോലും മഴ നല്ലതായിട്ട് പെയ്തു. ന്യൂനമർദ്ദത്തിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കേരളത്തിൽ അതുപോലെ അടിച്ചു. നോക്കുമ്പോൾ കാണാൻ പറ്റും മഴ പെയ്തിട്ട് ചില ചെടികൾ ഇങ്ങനെ ചാഞ്ഞാഞ്ഞ് നിൽക്കുന്നത്. എന്നാലും നല്ല ഹെൽത്തി ചെടികളാണ് നമുക്ക് ഉണ്ടായി കിട്ടിയിരിക്കുന്നത് 4-ാമത്തെ ദിവസം. നമുക്ക് നാളത്തെ ദിവസം കൂടെ നോക്കാം എങ്ങനെ ഇരിക്കും. മഴ എന്തായാലും പെയ്യുന്നുണ്ട്. ഞാൻ ഇത് വെച്ചിട്ട് കവർ ചെയ്താണ് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ബാക്കി എന്താണ്. അപ്പോൾ നമ്മൾ 4 ദിവസം വെയിറ്റ് ചെയ്തിട്ട് അടുത്ത ദിവസം ഇത് 5-ാമത്തെ ദിവസമാണ് നമ്മൾ നോക്കാൻ പോവാണ്. ഭയങ്കര മഴയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാവിലെ ഒരു മഴ കുറഞ്ഞുകൊണ്ട് നമ്മൾ നോക്കാൻ വന്നതാണ്. മഴ കാരണം ഞാൻ ഇങ്ങനെ ഒരു ആസ്പെറ്റോസ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ഫസ്റ്റ് റിസൾട്ട് കാണാൻ പറ്റും. ഞാൻ ഈ കൽക്കരിയും കാര്യങ്ങളും വെച്ചിട്ട് മണ്ണ് വെച്ചേക്കുന്നത് മഴ കാരണം ധൈര്യം ഉണ്ടല്ലേ അവരൊക്കെ ചാഞ്ഞ് വീണ് നല്ല രീതിയിൽ വളർന്നു തോന്നില്ലേ. നല്ല രീതിയിൽ വളർന്ന്
സാധനം എത്തി. അതുപോലെ തന്നെ മറ്റേത് നോക്കുവാണെങ്കിൽ ഇത് അവിടെ അങ്ങും ഇങ്ങും ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളർന്ന് ഒരെണ്ണം മാത്രം വളർന്നു കയറി നിൽക്കുന്നു. അപ്പൊ റിസൾട്ട് രണ്ടിന്റെ കൂടെ നോക്കുമ്പോൾ ഫാർ ബെറ്റർ ഇതാണ്. അപ്പൊ രണ്ടിന്റെ റിസൾട്ട് കണ്ടില്ലേ? ഇത് നോക്കുമ്പോൾ ഇതിനൊന്നും ഇല്ല, ആകെ ഒരെണ്ണം മാത്രം വളർന്നു നിൽക്കുന്നത്. പിന്നെ ഒരെണ്ണം എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ നിൽപ്പുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നോക്കുമ്പോൾ നമ്മൾ കൽക്കരി ഇട്ടുണ്ടാക്കിയതിന് കാൽഷ്യവും പൊട്ടാഷ്യവും കാര്യങ്ങളും കാരണം അത് നല്ല രീതിയിൽ വളർച്ചയെത്ത് വേരോടാൻ സഹായിച്ചുകൊണ്ട് നല്ല രീതിയിൽ പൊങ്ങി വന്നു. ഇപ്പൊ 4-ാമത്തെ ദിവസം 5-ാമത്തെ ദിവസം ആയിട്ടുണ്ട്. നമ്മൾ ഡെയിലി വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ മാറ്റാണ്. അപ്പൊ നമ്മുടെ എക്സ്പീരിയൻസ് എന്തായാലും വിജയിച്ചെന്നാണ് എന്റെ ഒരു ഇത്. കാരണം ഇതേ നോക്കിയേ, ഇത് ഭയങ്കര റിസൾട്ടാണ് വന്നേക്കുന്നത്. കാരണം ഇത് ഇത്രയും വളർന്നു. അതെ, കുറെയൊക്കെ പോയിട്ടുണ്ട്. എന്നിരുന്നാലും ഇതിനേക്കാളും അപേക്ഷിച്ച് നല്ല രീതിയിൽ വളർന്നു, നല്ല രീതിയിൽ എത്തി. നല്ല ഹെൽത്തി പ്ലാന്റ്. ഇതിന്റെ സൈസ് നോക്കുകയാണെങ്കിൽ തന്നെ മനസ്സിലാവും. നല്ല ഹെൽത്തി പ്ലാന്റ് ആണ്. ഇതിന് നല്ല ആ തണ്ടിന് നല്ല കട്ടിയും അതിന് ഒരുമാതിരി നേർത്ത ഒരു രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഇങ്ങനെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര റിസൾട്ട് ആയിരിക്കും. കരി ഉപയോഗിച്ച് ചെയ്യേണ്ട, ആകെ വലിയ ചിലവൊന്നുമില്ല. ആകെ ഈ കരി ഉണ്ടാക്കേണ്ട ഒരു എഫേർട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾ ഇതുപോലെ തന്നെ ഇനി ചെടികളും കാര്യങ്ങളൊക്കെ നടുമ്പോൾ ഇതുപോലെ തന്നെ ചെയ്യുക. അപ്പോൾ നമ്മൾ 4-5 ദിവസമായിട്ട് എടുത്ത വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കമന്റ് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു.